പ്രിയപ്പെട്ട വിജിയുടെയും അമലിൻ്റെയും കഥയാണ്. വിജിയും അമലും പരസ്പരം പ്രണയിച്ച യുവമിഥുനങ്ങളായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു. അവർ വിവാഹിതരായി. എന്നാൽ കാലം അവരെ വേർപിരിക്കാൻ നിർബന്ധിതരാക്കി. ഒരുപാട് സ്നേഹിച്ച അവർ പിന്നീട് ഡിവേഴ്സിന് വേണ്ടിയിട്ട് കോടതിയിൽ പരസ്പരം വാദിക്കേണ്ടി വന്നു. ഒടുവിൽ നിയമപരമായിട്ട് അവർ വഴിപിരിഞ്ഞു. വിവാഹമോചനത്തിന് ശേഷം തൻ്റെ ചില രേഖകൾ എടുക്കാൻ വിജി അമലിൻ്റെ വീട്ടിലെത്തി. അവൻ്റെ മുറിയിൽ കയറിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. ചുമരിൽ അവരൊരുമിച്ച് ചിരിച്ചു നിന്ന ഒരു പഴയ ഫോട്ടോ തൂങ്ങിക്കിടക്കുന്നു. അവൻ്റെ കിടക്കക്കരികിൽ ഒരു ടേബിളിൽ അവളുടെ ഫോട്ടോ എടുത്തു വച്ചിരിക്കുന്നു. പിന്നെ താൻ എപ്പോഴും കിടക്കാറുള്ള ആ കിടക്കയിൽ അവൻ്റെ അരികിലായിട്ട് അവൾ അറിയാതെ എടുത്ത ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ വിജിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവരുടെ പ്രണയവും സന്തോഷവും നിറഞ്ഞ നല്ല നാളുകൾ അവളുടെ മനസ്സിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. നമുക്ക് വീണ്ടും ഒന്നിച്ച് ജീവിച്ചൂടെ? വിജി വിതുമ്പലോടെ അമലിനോട് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ അമലിൻ്റെ ഹൃദയം തകർന്നുപോയി. അവർ വേർപിരിഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് ഓർത്തു. ആ ദിവസങ്ങളിൽ അവർക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവർക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയിരുന്നു. എങ്കിലും ആ ചോദ്യം അവനെ ഒരുപാട് വിഷമിപ്പിച്ചു. വിജി, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ വഴികൾ വേർപെട്ടു. തിരികെ പോവുകയല്ലാതെ, അമൽ കണ്ണുനീരോടെ പറഞ്ഞു. വിജി അവൻ്റെ വാക്കുകൾ കേട്ട് സങ്കടപ്പെട്ടു. അവൾ ഫയലുകളെടുത്ത് പുറത്തേക്ക് നടന്നു. തിരിഞ്ഞു നോക്കാതെ അവൾ അവനൊപ്പം പോയി. വിജി അമലിനെ വിട്ടുപോയപ്പോൾ അവൻ മുറിയിൽ തനിച്ചായി. ഒരുപാട് ഓർമ്മകളും സ്വപ്നങ്ങളും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു. അവൻ തകർന്നുപോയ ഹൃദയവുമായിട്ട് ചുമരിലേക്ക് ചാരിയിരുന്നു. അവിടെ തൂങ്ങിക്കിടന്ന ഫോട്ടോയിൽ അവരിരുവരും സന്തോഷത്തോടെ ചിരിക്കുന്നു. എങ്കിലും അവരുടെ ജീവിതം മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ആ മുറിയിൽ അവർ ഒരുമിച്ചുണ്ടായിരുന്ന സന്തോഷം, ഒരുപാട് നല്ല ഓർമ്മകൾ, ഒരുപാട് സ്നേഹം എല്ലാം ഒരു നിഴലായിട്ട് നിലകൊണ്ടു. അവരിരുവരും അവരുടേതായ വഴികളിൽ പോയി. എങ്കിലും അവരുടെ ഹൃദയങ്ങളിൽ പരസ്പരം സ്നേഹിച്ചിരുന്നു. എത്ര ദുഃഖകരമാണല്ലേ ഒരുമിച്ച് ജീവിച്ച, ഒരുമിച്ച് സ്നേഹിച്ച രണ്ടുപേർ തമ്മിൽ വേർപിരിയുക എന്നത്. ഏതെങ്കിലും ഒരാൾക്ക് അത് ഹൃദയം തകരുന്നത് പോലെ ഒരു വേദന മാത്രമായിരിക്കും. വീണ്ടും നമുക്ക് പുതിയൊരു കഥയുമായിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും ശുഭദിനം.